ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുമായി ആശുപത്രിയിലേക്ക് കുതിച്ച ആംബുലൻസുകൾ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് 2 രോഗികൾ മരിച്ചു. എടരിക്കോട് കളത്തിങ്ങൽ വീട്ടിൽ സുലൈഖ, വള്ളിക്കുന്ന് അരിയല്ലൂർ കോട്ടാശ്ശേരി സ്വദേശി ഷജിൽ കുമാർ എന്നിവരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം രാത്രി വഴിയിൽ പൊലിഞ്ഞത്. നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ 6-വരിപ്പാതയിൽ കാക്കഞ്ചേരി ഭാഗത്താണ് ആംബുലൻസുകൾ കുടുങ്ങിക്കിടന്നത്. ഇതേ തുടർന്ന് രോഗികൾക്ക് യഥാസമയം ചികിത്സ നൽകാനായില്ല. കോട്ടയ്ക്കൽ മിംസിൽ നിന്ന് സുലൈഖയുമായി വൈകിട്ട് 5:30 കോഴിക്കോട് ഇക്ര ആശുപത്രിയിലേക്ക് പുറപ്പെട്ട തെഹൽക്ക ICU ആംബുലൻസും ചേളാരി DMS ആശുപത്രിയിൽ നിന്ന് ഷജിൽ കുമാറുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന സാപ്കോ ആംബുലൻസുമാണ് അനിശ്ചിതമായി ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. സമയം വൈകിയതോടെ ഇരു ആംബുലൻസുകളിലെയും രോഗികളെ ഫറൂഖ് ചുങ്കം ക്രസന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടയ്ക്കലിൽ നിന്ന് ഇക്ര ആശുപത്രിയിലേക്ക് സാധാരണഗതിയിൽ 45 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ആംബുലൻസ് അത്ര തന്നെ സമയം നിശ്ചലമായി വഴിയിൽ കുടുങ്ങിയെന്ന് തെഹൽക്ക ആംബുലൻസിന്റെ ഡ്രൈവർ നുമാനുൽ അൽത്താഫ് പറഞ്ഞു. 4 വരിയായി കുരുങ്ങിക്കിടക്കുന്ന വാഹനനിരയിൽ നിന്ന് 1 ഇഞ്ച് പോലും അനങ്ങാനാവാതെ ആംബുലൻസ് നിശ്ചലമാവുകയായിരുന്നു. ഇതുകണ്ട മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർ ഇറങ്ങി വന്ന് കുരുക്കൊഴിവാക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് വാഹനക്കുരുക്കിൽ നിന്ന് പുറത്തു കടക്കാനായതെന്നും ഡ്രൈവർ പറയുന്നു. ഹൃദയസ്തംഭനത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത ഷജിൽ കുമാറുമായി വൈകിട്ട് 7:30 പുറപ്പെട്ടതാണ് രണ്ടാമത്തെ ആംബുലൻസ്. സാധാരണ ചേളാരി DMCയിൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താനാവുമെന്ന് ഡ്രൈവറായ സാദിഖ് വെളിമുക്ക് പറഞ്ഞു. എന്നാൽ കാക്കഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിൽ അരമണിക്കൂറോളം അകപ്പെട്ടതോടെ രോഗിയുടെ ആരോഗ്യനില കൂടുതൽ മോശമാവുകയായിരുന്നു. ഗതാഗതക്കുരുക്കിൽ മറ്റു ചില ആംബുലൻസുകളും കുടുങ്ങിക്കിടന്നതായി ഇവർ പറയുന്നു. ഈ ചാനൽ ന്യൂസ് കോട്ടയ്ക്കൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.